Hallelujah. ദൈവത്തിന് സ്തോത്രം. Praise the Lord. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Today this time we are very happy with you. ഇന്ന് സ്വർഗത്തിലെ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിൽ ഞങ്ങൾ അതീവ സന്തുഷ്ടരാണ്. And let God bless you all. ഇന്ന് പകൽ നിങ്ങളെ എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാരംഭമായി തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. I greet you all in the name of Lord and Savior Jesus Christ coming soon. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ വേഗത്തിൽ വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും ഞങ്ങൾ നിങ്ങളെ സ്നേഹവന്ദനം അറിയിക്കുന്നു. We are very happy today because we are going to share the word of God with you. കർത്താവിന്റെ വചനം പങ്കുവയ്ക്കുക എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അതീവ സന്തോഷമുണ്ട്. Because the word of God കാരണം ദൈവവചനം എന്ന് പറയുന്നത് is permanent in heaven. ഇത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട ദൈവവചനമാണ്. Hallelujah. ദൈവത്തിന് Bible is not a religious book. ഒരിക്കലും മതഗ്രന്ഥമെന്ന് വേദപുസ്തകത്തിൽ പറയുക സാധ്യമല്ല. Jesus Christ is not a religious leader. യേശുക്രിസ്തുവും ഒരു മതസ്ഥാപകനല്ല. He is the Son of God. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നാണ് Bible is അറിയപ്പെടുന്നത്. the word of God. യേശുക്രിസ്തുവിന്റെ വചനമാണ് ദൈവവചനം. If we go through the Bible, we can understand many things from Bible. വേദപുസ്തകത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ അനേകമായ ആശ്ചര്യജനകമായ അത്ഭുതകരമായ വസ്തുതകൾ വേദപുസ്തകത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. Hallelujah. The midpoint of the Bible is Jesus Christ. യേശുക്രിസ്തുവിന്റെ പ്രധാനമായ വിഷയം യേശുക്രിസ്തുവിനെ സംബന്ധിച്ചാണ് വേദപുസ്തകം This is a book രേഖപ്പെടുത്തിയിരിക്കുന്നത്. of love. ഇത് സ്നേഹത്തിന്റെ The പുസ്തകമാണ്. love is flowing to Calvary. കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ കാണിച്ച നിസ്തുല്യ സ്നേഹത്തിന്റെ ഒരു ഗ്രന്ഥമാണിത്. The love is flowing from the cross. അത് കാൽവരിയിലേക്ക് നോക്കിയാൽ ആ ക്രൂശിൽ കിടക്കുന്ന സ്നേഹിതനായ ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. It's flowing. അവിടെ നിന്നും ആ സ്നേഹത്തിന്റെ നീർച്ചാലുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. Hallelujah. ദൈവത്തിന് Hallelujah. Praise the Lord. Today we are before the God. അത് നാം എല്ലാവരും ഇന്ന് പകൽ അല്പസമയം ദൈവവചനത്തിന്റെ മുൻപിലായിരിക്കാൻ പോകുകയാണ്. Jesus Christ, the only begotten Son, the Heavenly Father, sent into the world. ദൈവത്തിന്റെ സന്നിധിയിലായിരുന്ന ഏകജാതനായ തന്റെ ഏകപുത്രനായ ക്രിസ്തുവിനെ തന്നെ നമ്മെ രക്ഷിക്കുവാൻ ഈ ലോകത്തിലേക്ക് അയച്ചു. Hallelujah. ഹല്ലേലൂയ. Jesus Christ came in the midpoint of the earth. ഈ ലോകത്തിന്റെ മധ്യസ്ഥാനത്തേക്കാണ് യേശു ക്രിസ്തു ജന്മ അവതാരം ചെയ്തത്. Because he has said, I am the light of the world. കാരണം കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന്. For example, if we wish to put a light in your bedroom, നാം സർവ്വസാധാരണമായി നമ്മുടെ മുറികളിൽ അത് ഈ ലൈറ്റ് സ്ഥാപിക്കുമ്പോൾ it must be in the midpoint of the bedroom. ആ റൂമിന്റെ മധ്യഭാഗത്തായിരിക്കും നാം അത് തിരഞ്ഞു വെക്കുക. Because it can light shine everywhere. കാരണം അതിന്റെ പ്രകാശം എല്ലായിടത്തും എത്തണം എന്നുള്ളത് തന്നെയാണ്. Hallelujah. ദൈവത്തിന് സ്തോത്രം. Similarly, our Jesus Christ came into the world in the midpoint of the earth. യേശുക്രിസ്തുവും അതുപോലെയാണ് ഈ ലോകത്തിന്റെ മധ്യസ്ഥാനത്ത് ജന്മാവതാരം എടുത്തത്. സകല ലോകരാജ്യങ്ങൾക്കും ഈ പ്രകാശം ഒരു ദീപമായി That തീരാനുള്ളതാണ്. it was in Bethlehem, that is in Jerusalem, that is in Israel. ബേത്ലഹേം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് താൻ ജന്മാവതാരം എടുക്കുവാനിടയായി തീർന്നത്. The Israel is the midpoint of among the three continents. ഇസ്രയേൽ എന്ന രാജ്യം 144 രാജ്യങ്ങളിൽ അത് ഏറ്റവും 194 രാജ്യങ്ങളിൽ ഏറ്റവും മധ്യസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ്. Among three continents, Asia, Europe and Africa. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്ന് പറയുന്ന 3 ഭൂഖണ്ഡങ്ങളുടെ നടുവിലാണ് That ഇതിന്റെ is the സ്ഥാനം. midpoint of the earth. That is Jerusalem. അതുകൊണ്ടാണ് ഇതിനെ മധ്യസ്ഥാനം എന്ന് വിളിക്കപ്പെടുന്നത്. Hallelujah. Jerusalem, the old name was not Jerusalem, the English word Jerusalem, but it was old name was Ursalom. അത് ഊർസലോം എന്ന പേരിലാണ് ഈ യെരുശലേമിനെ പണ്ട് അറിയപ്പെട്ടിരുന്നത്. Ur means city. ഊർ എന്ന് പറഞ്ഞാൽ അത് നഗരം എന്നാണ് അതിന്റെ അർത്ഥം. Shalom means peace. അതെ, ശാലോം എന്നാൽ അതിന്റെ അർത്ഥം സമാധാനം എന്നാണ്. The two Hebrew words joined together there. ഈ 2 എബ്രായ പദങ്ങൾ തമ്മിൽ യോജിപ്പിച്ചാണ് അങ്ങനെ ഒരു പദം ഉണ്ടായിരിക്കുന്നത്. The total meaning is that യെരുശലേമിന്റെ മൊത്തം അർത്ഥം എന്ന് പറഞ്ഞാൽ land of peace or city of peace. അത് സമാധാന നഗരം എന്നാണ് അതിന്റെ അർത്ഥം. Hallelujah. ദൈവത്തിന് സ്തോത്രം. Hallelujah. ഹല്ലേലൂയ. The Jerusalem is in Israel. യെരുശലേം ഇസ്രായേൽ എന്ന രാജ്യത്തിനകത്തുള്ള ഒരു ചെറിയ ഉപരാജ്യമാണ്. Jesus Christ came to the world to save you from every sin and to break your curse.
കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജന്മാവതാരം എടുത്തതിന് ഒരു ലക്ഷ്യമുണ്ട്. സർവ്വ മനുഷ്യരാശിയുടെയും ശാപത്തെയും രോഗത്തെയും സകലവിധ പാപത്തെയും തുടച്ചു നീക്കുക എന്നുള്ളതായിരുന്നു ആ ലക്ഷ്യം. Hallelujah. ദൈവത്തിന്റെ മഹത്വം. By the blood of Jesus Christ, you will be saved from out of sin. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും ശുദ്ധീകരിച്ച് നമ്മെ പുതുതാക്കി തീർക്കുന്നു എന്ന് വചനം പറയുന്നു. Hallelujah. ദൈവത്തിന് സ്തോത്രം. And nobody can see Jesus Christ or God with sin. ദൈവത്തെ ശുദ്ധീകരണം കൂടാതെ കാണുക സാധ്യമല്ലെന്ന് തിരുവചനം പറയുന്നു. Without holiness or purity, nobody can see Jesus Christ. യഥാർത്ഥമായ വിശുദ്ധീകരണം കൂടാതെ ദൈവത്തോടടുക്കുക സാധ്യമല്ല. Do you know how can we get purity? എന്നാൽ നാം എങ്ങനെയാണ് ഈ വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് ദൈവത്തോടടുക്കുക? Hallelujah. ദൈവത്തിന് സ്തോത്രം. And the God is holy, holy and holy. നമ്മുടെ ദൈവം അതിപരിശുദ്ധനും നിതാന്തമായ അന്തമില്ലാത്ത വിശുദ്ധിയുള്ളവനുമായ ദൈവമാണ്. So without holiness, nobody can see Jesus Christ. അതുകൊണ്ട് തന്നെ നാം വിശുദ്ധി കൂടാതെ ദൈവത്തോട് അടുക്കുക സാധ്യമല്ല. Hallelujah. ദൈവത്തിന് സ്തോത്രം. Hallelujah. ഹല്ലേലൂയ. Do you know how we'll get purification? നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുവാനുള്ള വിശുദ്ധീകരണം പ്രാപിക്കുവാൻ എങ്ങനെ കഴിയുമെന്ന് നാം ചിന്തിക്കേണ്ടതാണ്. By two ways we'll get purification. ദൈവജനം പറയുന്നു, രണ്ട് വിധത്തിലുള്ള ശുദ്ധീകരണം വഴി നമുക്ക് ദൈവത്തിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലാൻ സാധിക്കും. Hear the word of God. നാം ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സാക്ഷിയും നമ്മുടെ ജീവിത ശുദ്ധീകരണം പ്രാപിക്കുന്നതാണ് ഒന്ന്. When we hear the word of God and we get purification. ദൈവവചനം കേൾക്കുമ്പോൾ തന്നെ ആ വചനം നമ്മുടെ ശരീരവും മനസ്സും ആത്മാവിനെ ശുദ്ധീകരിച്ച് ഒരു പുതിയ മണ്ഡലത്തിൽ നമ്മെ കൊണ്ടെത്തിക്കുന്നു. And secondly, we get purified by the blood of Jesus Christ. രണ്ടാമത്തെ കാര്യമാണ് ആ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ നാം ആശ്രയിക്കുമ്പോൾ ആ പവിത്ര രക്തം നമ്മെ ശുദ്ധീകരിച്ച് നമ്മയും വിശുദ്ധീകരിക്കുന്നു. The blood of Jesus has got out your sin from your body. നമ്മുടെ ശരീരത്തിനകത്തും മനസ്സിനകത്തുമുള്ള സകല പാപക്കറകളും തുടച്ച് നീക്കിക്കൊണ്ട് ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കുന്നു. Hallelujah. ദൈവത്തിന് A സ്തോത്രം. man being in a Christ is a new creature. അത് ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിക്കുമ്പോൾ അവനൊരു പുതിയ സൃഷ്ടിയാവുകയാണ് A ചെയ്യുന്നത്. man being in Christ is a new creature. ഏത് മനുഷ്യനും ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു All എന്നാണ് things are പറയുന്നത്. past. All things are passed away. പഴയ പണ്ട് പാപകാല ചിന്തകളും അതിന്റെ പാപഫലങ്ങളും എല്ലാം നമ്മളിൽ നിന്ന് And you will അപ്രത്യക്ഷമാകുകയാണ്. become a new creature. അങ്ങനെ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്തവനെ പോലെ ഒരു വിശുദ്ധനായ നീതീകരണം പ്രാപിച്ച ഒരു ദൈവവൈതലായി അവൻ രൂപം മാറ്റം സംഭവിക്കുന്നു. And God will change your life. നമ്മുടെ ജീവിതത്തിന്റെ മൊത്തമായ ഒരു പരിവർത്തനം And God സംഭവിച്ചുകൊണ്ട് will give a radical change in your life. സമഗ്രമായ ഒരു മാറ്റത്തിന് വഴിതെളിച്ചുകൊണ്ട് നമ്മെ സമഗ്രമായി മാറ്റി പുതിയ സൃഷ്ടിയാക്കുന്നതാണ് തിരുവചനത്തിന്റെ പ്രാധാന്യം എന്ന് By hearing the പറയുന്നത്. word of God, you will get purification. നാം ഈ വചനം കേൾക്കുകയും അതിനെ അംഗീകരിക്കുകയും അതിനെ ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അന്ധകരണം അല്ലെങ്കിൽ മനസാക്ഷിക്ക് ഒരു ശുദ്ധീകരണം സംഭവിക്കുന്നുണ്ട്. Hallelujah. ദൈവത്തിന് സ്തോത്രം. So similarly, the wholeness will come like this in our life. നമ്മുടെ ദൈവത്തിന്റെ ശക്തി നമ്മളിൽ കടന്നു വന്നിട്ട് നാം ആള് മാറിയവനെ പോലെ ആയിത്തീരും. God will strengthen you. God will strengthen you. അതെ, നിങ്ങളെ ദൈവം അയക്കാനിടയായി തീരും. Hallelujah. ദൈവത്തിന് സ്തോത്രം. God will, all blessings are coming from God. എല്ലാ അനുഗ്രഹങ്ങളും വെളിച്ചത്തിന്റെ പിതാവായ ദൈവത്തിൽ നിന്നുമാണ് വരുന്നതെന്ന് തിരുവചനം പറയുന്നു. All healing ministry and all blessings. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സൗഖ്യങ്ങളും എല്ലാ സമാധാനവും സന്തോഷവും ഒക്കെ വരുന്നത് ഉയരത്തിലെ പിതാവിന്റെ സന്നിധിയിൽ നിന്നുമാണ്. Hallelujah. ദൈവത്തിന് സ്തോത്രം. Hallelujah. If ഹല്ലേലൂയ. one wish to follow Jesus Christ, ഒരുവനെ യേശുവിനെ പിന്തുടരുവാൻ ആഗ്രഹിച്ചാൽ deny himself and take cross daily. അവൻ അവനെ തന്നെ ത്യജിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ മോഹങ്ങളും വഞ്ചനയാകുന്ന എല്ലാ സ്വാർത്ഥതകളും വിട്ട് ഒരു വിശുദ്ധ ജീവിതത്തിനായി ആഗ്രഹിക്കണമെന്ന് വചനം പറയുന്നു. The word of God say, the Bible say, വചനം ഇങ്ങനെ പറയുന്നു, you must have a new life. നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയായി തീരണമെന്നാണ് വചനം പറയുന്നത്. Hallelujah. ഹല്ലേലൂയ. And like a child. നിങ്ങൾ ഒരു പുതുജീവിതം പ്രാപിച്ചുകൊണ്ട് ഒരു ശിശുവിനെ പോലെ ആയി തീരുക എന്നാണ് വചനം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നത്. According to the Gospel of John, the Bible says, എഴുതിയ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു, the true light which enlightens everyone was coming to the world. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാകുന്ന ക്രിസ്തു ലോകത്തേക്ക് വന്നുകൊണ്ടിരുന്നു. The true light which enlightens everyone was coming to the world. ഈ വെളിച്ചമെന്ന് പറയുന്നത് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാണ്. That is Jesus Christ. അത് ക്രിസ്തു തന്നെയാണ് പ്രകാശമാകുന്ന Jesus വെളിച്ചം. Christ come in your heart. യേശു ക്രിസ്തു നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വന്നാൽ You began to
shine. നിങ്ങൾ പ്രകാശിക്കുന്ന ജ്വലിക്കുന്ന കത്തി ജ്വലിക്കുന്ന ഒരു ദീപം പോലെ And ആയിരിക്കണം. darkness will go away from your life. നിങ്ങളിൽ നിന്നും നിങ്ങളുടെ ഒപ്പപ്പോൾ വസിക്കുന്ന സകല മനുഷ്യരിൽ നിന്നും ആ അന്ധകാര ശക്തി നീങ്ങി നിങ്ങൾ ഒരു പ്രകാശിക്കുന്ന മനുഷ്യനായി തീരും. And when book of Genesis, അത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാം ഇങ്ങനെ കാണുന്നു. chapter 1, അത് 1-ാമത്തെ the അധ്യായത്തിൽ Bible says, ഇങ്ങനെ പറയുന്നു. hallelujah, ദൈവത്തിന് God created the earth and heaven. ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിച്ചു. And the earth was full of voids and all. അത് ഭൂമി ആഴം ശൂന്യമായിരുന്നു. Hallelujah. ദൈവത്തിന് The darkness was upon the face of the water. അത് വെള്ളത്തിന്റെ മീതെ ആഴത്തിൽ ഇരുൾ വ്യാപരിച്ചുകൊണ്ടിരുന്നു. The Spirit of the God was hovering over the face of the water. അത് ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു എന്നാണ് And God എഴുതിയിരിക്കുന്നത്. commanded let be light, and there was light. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ വെളിച്ചമുണ്ടായി. And God saw it is very good. ദൈവം ആ വെളിച്ചത്തെ നല്ലതെന്ന് കണ്ടു. And God separated light from the darkness. അങ്ങനെ വെളിച്ചത്തെ ഇരുളിൽ നിന്നും വേർതിരിപ്പാനിടയായി തീർന്നു. Because light and darkness has no relationship. ഒരിക്കലും വെളിച്ചവും ഈ ഇരുളും തമ്മിൽ ഒരു ഭേദമുണ്ട്, ഒരിക്കലും സാമ്യമുള്ള ഒന്നല്ല. So the God separated the light from the darkness. അതുകൊണ്ടാണ് വെളിച്ചത്തെ ഇരുളിൽ നിന്നും വേർതിരിച്ച് അതിനെ പ്രത്യേക പ്രകാശങ്ങളായി ഈ ആകാശത്തിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. There are so many specialties concerning light than darkness. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ പ്രകാശത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. Hallelujah. ദൈവത്തിന് Hallelujah. ഹല്ലേലൂയ. The first specialty of light is ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് the light is dark, shine in the darkness. ഈ പ്രകാശരശ്മികൾ ഇരുളിലേക്ക് വന്ന് പ്രതിഫലിപ്പിച്ചാൽ ആ ഇരുൾ അവിടുന്ന് നീങ്ങിപ്പോകും. The first specialty is if the light approach to darkness, darkness will go, but the light will not go. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്ന ഈ പ്രകാശത്തിന്റെ രശ്മിയിൽ ഇരുളിനെ സ്പർശിക്കുമ്പോൾ തന്നെ ഇരുള് താനെ മറഞ്ഞു പോകുന്നു. On the other hand, if the darkness come near light, the light will not go the same time, light will not go and darkness will go. മറിച്ച് ഈ അന്ധകാര ശക്തിക്ക് പ്രകാശത്തെ പോലെ സഞ്ചരിക്കാൻ കഴിവുണ്ടെന്നിരിക്കട്ടെ, അത് സഞ്ചരിച്ച് ഇരുളിന്റെ പ്രകാശത്തിന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഒരിക്കലും ആ ഇരുളിനെ അതിനെ പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. In both cases, the light will not go. അങ്ങനെ ഈ പ്രകാശത്തെ ഒരിക്കലും കീഴ്പ്പെടുത്തുവാനായ ഇരുളിന് കഴിയുകയില്ല. That is the first specialty of the light. അതാണ് ഈ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് And പറയുന്നത്. secondly, രണ്ടാമത്തെ കാര്യം, the light shine in the darkness. അത് ഈ പ്രകാശം ഇരുളിൽ അത് പ്രകാശിക്കുന്ന ഒന്നാണ്. The light shines in the darkness. ഈ ഡാർക്ക്നെസ് മാറി അതിന്റെ അന്ധകാര രൂപത്തെ മാറ്റി പ്രകാശമാക്കി അതിനെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാണ് വെളിച്ചമെന്ന് പറയുന്നത്. Third one is that, മൂന്നാമത്തെ കാര്യം, hallelujah, ദൈവത്തിന്റെ സ്തോത്രം. the darkness cannot comprehend in the light. ഒരിക്കലും ഈ ഇരുളിന് ഈ പ്രകാശത്തെ കീഴ്പ്പെടുത്തി വെക്കുക സാധ്യമല്ല. That is the അതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. third specialty of the light. മൂന്നാമത്തെ പ്രത്യേകത, Hallelujah. ദൈവത്തിന്റെ സ്തോത്രം. Here God is light. അതെ, ദൈവം വെളിച്ചമാകുന്നു, He means no darkness. അവനിൽ ഒട്ടും ഇരുളില്ലെന്നാണ് തിരുവചനം പറയുന്നത്. If one want to shine, അതെ, നിങ്ങൾക്ക് പ്രകാശിക്കണമെങ്കിൽ come to the light of Jesus. കർത്താവായ യേശു ക്രിസ്തു ആകുന്ന പ്രകാശത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം. The light is Jesus Christ. ആ കർത്താവ് എന്റെ പ്രകാശത്തിന്റെ പ്രതിഫലനങ്ങൾ നിങ്ങളെയും പ്രകാശിപ്പിക്കും. Jesus Christ came to the world to remove your sin from or blot out your sin from your body. നിങ്ങളുടെ ശരീരത്തിലുള്ള സകല തിന്മയാകുന്ന പാപത്തെയും പാപത്തിന്റെ ഫലമാകുന്ന രോഗങ്ങളെയും ശാപത്തെയും ഒക്കെ നീക്കി നിങ്ങളെ സ്വതന്ത്രനാക്കുവാനാണ് കർത്താവ് ഇവിടെ അവതരിച്ചത്. Jesus Christ set you free, set you free. ഇന്ന് പകൽ നിങ്ങൾ അവന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ട് സ്വാതന്ത്ര്യം ലഭിക്കും. And Jesus Christ beat your whole body of Satan. നിങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന സകല അന്ധകാര ശക്തിയിൽ നിന്നും നിങ്ങൾക്ക് മോചനം നൽകിക്കൊണ്ട് നിങ്ങളെയും ഒരു പ്രകാശതുല്യമായ മനുഷ്യനാക്കി മാറ്റും. God will unloose your blindness. നിങ്ങളുടെ എല്ലാ കെട്ടുകളും എല്ലാ ബന്ധനങ്ങളും അഴിച്ചുകൊണ്ട് സർവ്വ സ്വാതന്ത്ര്യം ദൈവം നിങ്ങൾക്ക് നൽകിത്തരും. Every body of Satan എല്ലാ ബന്ധനങ്ങളെയും അഴിച്ചവൻ സ്വതന്ത്രമാക്കും. will break by the presence of God. അവൻ നിങ്ങളുടെ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു വന്നാൽ അത് സംഭവിക്കും. Hallelujah. ദൈവത്തിന് Hallelujah. ഹല്ലേലൂയ. So the darkness is having so many people in the world. നമുക്കറിയാം, ഈ ലോകത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ മനുഷ്യരെ ഈ അന്ധകാര ശക്തി കീഴ്പ്പെടുത്തി അധർമ്മത്തിനും അശുദ്ധിക്കും അതേ ആവശ്യമില്ലാത്ത പ്രവൃത്തികൾക്കും ഒക്കെ കീഴ്പ്പെടുത്തി അനേക അനാചാരങ്ങളും ദുരാചാരങ്ങളും കടത്തിവിട്ട കൊലപാതകങ്ങൾ മറ്റ് ഉള്ള പ്രവൃത്തികളൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. Hallelujah. ദൈവത്തിന്റെ സ്തോത്രം. Hallelujah. ഹല്ലേലൂയ. So many people are leading a sinful life. നോക്കൂ, പാപകരമായ ജീവിതത്തെ നയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഏക ശക്തി എന്ന് പറയുന്നത് ഈ ഡാർക്ക്നെസ് പവറാണ്. Hallelujah. ഹല്ലേലൂയ. And if you believe in Jesus
Jesus Christ, നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ the satanic power will go, power of demons will go away from you. നിങ്ങളുടെ തലച്ചോറിലും ഹൃദയത്തിലും ശരീരത്തിലും വസിക്കുന്ന ആ അന്ധകാര ശക്തിയുടെ ആ പ്രവണതകൾ നിങ്ങളെ വിട്ടുപോകും. If God wish to set you free, നിങ്ങളുടെ സിരകളിൽ കൂടി ഓടുന്ന രക്തത്തിലെ മാലിന്യങ്ങൾ നീക്കിക്കൊണ്ട് ഒരു പുതു മനുഷ്യനായി നിങ്ങളെ പവിത്രീകരിച്ച പ്രകാശമുള്ള ഒരു മനുഷ്യനാക്കി. every sickness will go away from your body. അതിനോടനുബന്ധമായി തന്നെ നിങ്ങളെ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്ന രോഗശക്തികളിൽ നിന്ന് നിങ്ങൾക്ക് Every സ്വാതന്ത്ര്യം. problems will go away from your life. അത് ഈ പ്രകാശം വന്ന് നിങ്ങളുടെ തലച്ചോറിനെ നിങ്ങളുടെ ശരീരത്തെ അത് തട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റമുണ്ടാകും. Maybe your problem is sickness. ഒരുപക്ഷെ നിങ്ങൾ മാനസികമായി തകർക്കപ്പെടുകയും അത് രോഗങ്ങളാൽ കീഴ്പ്പെട്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. Maybe your problem is financial problem. ഒരു സാമ്പത്തിക തകർച്ചയുടെ കടന്നുപോയി ഇനി എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നവരാകാം. Hallelujah. ദൈവത്തിന് I സ്തോത്രം. know so many problems are difficult to study. അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നതും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതും. Due to the activity of Satan, so many people cannot to study. ഇന്ന് നോക്കൂ, പലർക്കും പഠനത്തിൽ പോകാൻ കഴിയാത്ത അവസ്ഥ കുട്ടികൾക്കുണ്ട്. അവരുടെ ജീവിതത്തെ അന്ധകാരം മൂടിയിരിക്കുകയാണ്. Satan cover their body. അവരുടെ മനസ്സിനെ ശരീരത്തെയും കീഴ്പ്പെടുത്തി വെച്ചുകൊണ്ട് സകല നന്മകളെയും ചോർത്തിയെടുത്ത് അവരെ അത് അധീനമാക്കി വെച്ചിരിക്കുകയാണ്. Maybe your problem is depression. ഒരുപക്ഷെ നിങ്ങൾ മാനസികമായി തകർക്കപ്പെട്ട് അധിക്ഷേപിച്ച് തകർന്നിരിക്കുന്ന Maybe ഒരവസ്ഥയിലായിരിക്കാം. your problem is disappointment. സങ്കടത്തെ പോലും ചിന്തിച്ച് അങ്ങനെ കാത്തു കഴിയുന്ന ഒരു Maybe വ്യക്തിയായിരിക്കാം. your problem is family problem. ഒരുപക്ഷെ കുടുംബ ബന്ധങ്ങളിൽ തകർച്ച അനുഭവിച്ച് What may be it? അത് എന്ത് തന്നെ നിങ്ങൾ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നാലും Every problem God can solve it. ആ വിധ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് നിങ്ങൾക്കൊരു നല്ല കൂട്ടുകാരനായി ഇന്നു മുതൽ യേശു നിങ്ങളോടൊപ്പം ഉണ്ടാകും. If anybody want to lead a victorious life, അങ്ങനെ വിജയകരമായ പ്രകാശ തുല്യമായ ഒരു നല്ല ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ receive Jesus as your Savior. യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ കൂട്ടുകാരനായി, സ്നേഹിതനായി, പിതാവായി, ഒരു നല്ല അരുമനാഥനായി ഇന്ന് കൈക്കൊള്ളുക. Then you can lead a victorious life in your life. അങ്ങനെ വിജയകരമായ നന്മയുടെ ഒരു നല്ല മരമായി നിങ്ങൾ പൂത്തുലയുന്ന വൃക്ഷത്തെ പോലെ ആയിത്തീരും. Hallelujah. ഹല്ലേലൂയ. Hallelujah. Hallelujah. ദൈവത്തിന് സ്തോത്രം. Hallelujah. യേശുവിനെ മഹത്വം. Let his name be glorified. അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Praise him according to the excellent greatness. അവന്റെ മഹിമാധനത്തെ ഓർത്ത് മഹിമയുള്ള പ്രവൃത്തികളെ കുറിച്ച്, ആശ്ചര്യകരമായ പ്രവൃത്തികളെ ഈ ആകാശത്തിലേക്കൊന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം എത്ര മനോഹരവും വിചിത്രവുമായി ലോകത്തെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. According to mighty deeds. അവന്റെ മഹത്വമുള്ള പ്രവൃത്തികൾ എത്ര ആശ്ചര്യകരമെന്ന് നോക്കുക. Praise him according to wonderful miracle. അതവൻ പ്രവർത്തിക്കുന്ന അത്ഭുതകരമായ പ്രവൃത്തികളെ കുറിച്ച് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. Hallelujah. ദൈവത്തിന്റെ സ്തോത്രം. Hallelujah. എത്ര സ്തുതിച്ചാലും മതി വരാത്തവനാണ് ദൈവം. A baby was born. അതെ, A baby was born. A baby was given. ഒരു ശിശു ജനിക്കപ്പെടുമ്പോൾ, Hallelujah. A baby was born. ഒരു ശിശു ജനിച്ചിരിക്കുന്നു. And all dominance is over him. ആധിപത്യം അവന്റെ മേലിരിക്കും. He is a wonderful minister. അവൻ അത്ഭുത മന്ത്രി, An eternal father. വീരനാം ദൈവം, Hallelujah. നിത്യപിതാവ്. Almighty God. ഇങ്ങനെ അവന്റെ പല പേരുകളിൽ വേദപുസ്തകം യേശുവിനെ കുറിച്ച് Jesus പറയുന്നു. Christ is the only way to heaven. സകല മനുഷ്യർക്കും സ്വർഗത്തിലേക്കുള്ള പ്രവേശന കവാടമായി യേശുവിനെ പിതാവായ ദൈവം വെച്ചിരിക്കുകയാണ്. Jesus is the Lord from earth to heaven. ഈ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്കുള്ള ഗോപേണി എന്ന പോലെ കർത്താവിനെ, യേശുവിനെ അതേ ദൈവം വെച്ചിരിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. The salvation is this is your day. ഇന്ന് രക്ഷയുടെ ദിവസമാകട്ടെ. The day of salvation today. അത് ഇന്നാണ് രക്ഷയുടെ ദിവസം. Hallelujah. ഹല്ലേലൂയ. And receive salvation in your life. അത് ഇന്ന് രക്ഷയുടെ ദിവസമാണ്. That's a gift of God. ദൈവത്തിന്റെ ദാനമാകുന്ന രക്ഷ. Hallelujah. No money how to pay. അത് നാം അതിന് പ്രതിഫലമായിട്ടൊന്നും ദൈവത്തിന് കൊടുക്കേണ്ടതില്ല. Because it is a gift of God. കാരണം ദൈവം നൽകിയിരിക്കുന്ന ദാനമാണ്. Jesus can save your life. അത് യേശുവിന്റെ നമ്മുടെ രക്ഷകനായി തീരുക. From every disappointments. യേശുവിനെ രക്ഷകനായി അംഗീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും നിരാശ മാറും. Every sickness. എല്ലാ രോഗങ്ങളും മാറും. Every curse. എല്ലാവിധമായ ശാപങ്ങളും മാറും. Hallelujah. ദൈവത്തിന് God സ്തോത്രം. will strengthen you. God will strengthen you. അത് ദൈവം നിങ്ങളെ അയക്കും. Hallelujah. Praise the Lord. ഹല്ലേലൂയ. So that if you receive the
if you wish to enter the kingdom of God, നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരുവനാണെങ്കിൽ there are 7 basics is must do. 7 പ്രധാന പടികൾ ജീവിതത്തിൽ അനുഷ്ഠിച്ചിരിക്കണമെന്ന് വചനം പറയുന്നു. 7 things are very must to enter the kingdom of God. ഈ 7 പ്രധാന പടികൾ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നവർക്കാണ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക. First one is hear the word of God and repent. ഒന്നാമത്തെ കാര്യം ഈ വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന തിരുവചനങ്ങളെ കേൾക്കുക എന്നുള്ളതാണ്. And repent. അതിനോടൊപ്പം തന്നെ മാനസാന്തരപ്പെടുക. And secondly, you have to baptize in water. രണ്ടാമത്തെ കാര്യം നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും നാവ് കൊണ്ട് രക്ഷകനെന്ന് ഏറ്റുപറയുകയും ചെയ്തുകൊണ്ട് സ്നാനപ്പെടണമെന്ന് വചനം പറയുന്നു. അതെ, മുതിർന്ന ശേഷം പരിജ്ഞാനം പ്രാപിച്ച് ഒരു വിശ്വസിക്കാൻ പ്രാപ്തിയായ ഒരു മനുഷ്യൻ വേണം അതിനെ ഏറ്റുപറയുക. ആദ്യം വിശ്വസിക്കാനുള്ള പ്രാപ്തി ആവശ്യമാകട്ടെ, അത് മുതിർന്ന വ്യക്തി ആയിരിക്കട്ടെ, ആ ആൾക്കുണ്ടായിരിക്കണം. ആദ്യം ദൈവവചനം കേൾക്കണം, പിന്നീട് മാനസാന്തരപ്പെടണം, പിന്നെ അതിൽ വചനത്തിൽ മുഴുകിയ സ്നാനം കഴിക്കണം. അത് പിന്നീട് നാം സ്വീകരിക്കേണ്ടത് അത് വിശ്വാസ സ്നാനമാണ്. അത് വചനം പറയുന്നത് പോലെ തന്നെ നിങ്ങൾ വിശ്വസിച്ചിട്ട് അത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ഈ പടികൾ കഴിഞ്ഞ ശേഷം പരിശുദ്ധാത്മാവിനായി കാത്തിരുന്നതിനെ പ്രാപിക്കണം. ഒരു ദിവസം പ്രാപിക്കും, അല്ലെങ്കിൽ ചിലർക്കൊക്കെ അതേ സ്നാനപ്പെടുന്ന സമയം തന്നെ പരിശുദ്ധാത്മാവിനെ ലഭിക്കാറുണ്ട്. അഥവാ ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ അല്പം കൂടി കാത്തിരുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അത് അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിനെ ലഭിച്ചു എന്നുള്ളതിന്റെ അടയാളമാണെന്ന് കരുതപ്പെടുന്നു. അത് ദൈവത്തിന്റെ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന ഒരു കൂട്ടായ്മയിൽ നാം ചെന്നെത്തണം. നാലാമത്തെ കാര്യം, നിങ്ങൾക്ക് ഭൂമിയിൽ നിങ്ങളുടെ വിശ്വാസത്തെ ജ്വലിപ്പിക്കുവാൻ അത് പിന്തുടരുവാനും ഒരു കൂട്ടായ്മ ആവശ്യമാണ്. അത് പിന്നീടുള്ള ആ പടി എന്ന് പറഞ്ഞാൽ അപ്പം നുറുക്കണം. കർത്താവ് യേശു ക്രിസ്തു മരണത്തെയും പുനരുത്ഥാനത്തെയും അനുസ്മരിപ്പിക്കുന്ന ഈ അപ്പം നുറുക്കൽ എന്ന ആചരണം അതേ സഭയിൽ ഉണ്ടാകണം. അത് അപ്പോസ്തലന്മാർ പഠിപ്പിച്ച വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഉപദേശങ്ങളെ നാം പഠിക്കുകയും അത് പരിപാലിക്കുകയും ചെയ്യണം. അവസാനമായിട്ടുള്ള ഒരു ആചാരമാണ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള അപ്പം നുറുക്കൽ എന്ന് പറയുന്നത്. പിന്നീട് നാം ചെയ്യേണ്ട ഏറ്റവും അത്യന്താപേക്ഷിതവും ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതുമായ ഒരു കാര്യമാണ് കർത്താവിന്റെ വരവരെയും നിരന്തരമായ പ്രാർത്ഥന, വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന അതെ കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ പുരുഷന് ശക്തി ഉണ്ടാകും. എന്നാൽ പ്രാർത്ഥന കൂടാതെ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ഉള്ളിൽ ശക്തിയില്ല. ദൈവത്തിന് സ്തോത്രം. അത് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ നാം ഒരിക്കലും നാം ഭയപ്പെടാൻ പാടില്ല. അത് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ ആരാലും കീഴ്പ്പെടുത്തുവാനോ പരാജയപ്പെടുത്തുവാനോ കഴിയാത്തത് കൊണ്ട് അവൻ പേടിക്കുന്നതായി കാര്യമില്ല. നാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അന്ധകാര ശക്തിയിൽ വിറച്ചുകൊണ്ട് നമ്മളിൽ നിന്നും നമ്മുടെ ഭവനത്തിന്റെ അന്തർഭാഗത്തു നിന്നൊക്കെ എഴുന്നേറ്റ് ഓടിപ്പോകാനിടയായി തീരും. പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ബന്ധനമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ശരീരത്തിൽ അതുണ്ടെങ്കിൽ അത് വിട്ടോടിപ്പോകുന്ന അനുഭവം നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ നമ്മൾ രക്ഷകനായി അംഗീകരിച്ചുകൊണ്ട് അവന്റെ ആത്മാവിൽ ജീവിതം നയിക്കണമെന്ന് വചനം പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് നിങ്ങൾക്ക് അങ്ങനെ തികഞ്ഞ ഒരു ആത്മീയ ജീവിതം, പരിശുദ്ധ ജീവിതം ഭൂമിയിൽ അവസരം നൽകുന്നതാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് യേശുവിന് എത്രത്തോളം അനുഗ്രഹം തരാൻ കഴിയുമോ അതിനേക്കാൾ സകലവിധമായ അനുഗ്രഹങ്ങളാലും നിങ്ങളെ നിറച്ചുകൊണ്ട് ഒരു സമ്പുഷ്ടമായ അർത്ഥപൂർണമായ ജീവിതം നയിക്കാൻ കഴിയുന്നതാണ് ഈ രക്ഷയുടെ അനുഭവം എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
time. അതൊരിക്കലും ഒഴിച്ചുകൂടാതെ ഇടപെടാതെ മടി കൂടാതെ നിങ്ങൾ പ്രാർത്ഥനയിൽ നിരന്തരം കഴിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ്. Touch of the evil spirit, you have to pray to God. നിങ്ങളെ ഏതെങ്കിലും ഒരു പൈശാചിക ശക്തി നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കുക. ആ ശക്തി സ്വതവേ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുന്നതായി കാണാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ സകല ഭയങ്ങളും നിങ്ങളെ അലട്ടുന്ന സകല വ്യാധികളും നിങ്ങളെ വിട്ടോടിപ്പോകും. ദൈവത്തിന് സ്തോത്രം. ഇത് നിങ്ങൾക്ക് രക്ഷയ്ക്കും സമാധാനത്തിനുള്ള സമയമാണ്. നിങ്ങൾ ദൈവജനത്തെ ആദരവോടെ ഭക്തിയോടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. അത് വീണ്ടും ജനിക്കുന്ന അനുഭവത്തിൽ എത്തിച്ചേരുക. നിങ്ങൾ ഒരു ശിശുവിനെ പോലെ ആയിത്തീരുക. A child that is born again. കർത്താവ് പറയുന്നു, നിങ്ങൾ ശിശുക്കളെ പോലെ ആയിത്തീരുന്നല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യം കാണുക സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ശിശുവിനെ തുല്യമായ ഒരു മാനസികാവസ്ഥ സ്വീകരിക്കുക. നമുക്കറിയാം, ദൈവരാജ്യമെന്നും സ്വർഗരാജ്യമെന്നും രണ്ട് പദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ രണ്ട് കാര്യം അല്പം വ്യത്യാസമുള്ള രണ്ട് പദങ്ങളാണ്. അത് ഒത്തിരി വ്യത്യാസമില്ലെങ്കിൽ ഒത്തിരി കുറച്ച് വ്യത്യാസമുണ്ട് ഇവ തമ്മിൽ. God, heaven is not come. അത് ദൈവരാജ്യം എന്ന് പറയുന്നത് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ദൈവം ഭരിച്ചു കീഴ്പ്പെടുത്തി നയിക്കുന്ന ഒരു ദൈവരാജ്യം ഇതുവരെയും ഭൂമിയിൽ ആഗതമായിട്ടില്ല. എന്നാൽ അത് വരുമെന്നുള്ള പ്രതീക്ഷയിൽ നാം കർത്താവ് യേശുക്രിസ്തുവിനെ കാത്തിരിക്കുകയാണ്. അതെ, അങ്ങനെ ഒരു കർത്താവിന്റെ രാജ്യം ഇവിടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ കാത്തിരിക്കുകയാണ് നമ്മൾ. എന്നാൽ ദൈവരാജ്യം എന്ന് പറയുന്ന ഇപ്പോൾ തന്നെ നമ്മുടെ ഇടയിലുണ്ട്. കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. നോക്കൂ, 2000 വർഷങ്ങൾക്ക് മുമ്പ് സിഹിയോൻമാളിൽ പരിശുദ്ധാത്മാവ് നാവിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട അന്യഭാഷയിൽ സംസാരിച്ച് അത് കഴിഞ്ഞപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ ആദ്യത്തെ പ്രകടനം അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ ആ ദൈവരാജ്യത്തിന്റെ ഒരു അനുഭവം അവിടെ വന്നു കഴിഞ്ഞു. അങ്ങനെ അവർക്ക് ആ സജീവമാളിൽ ലഭിച്ച ഭാഗികമായ ആ ദൈവ അനുഭവം അല്ലെ ദൈവരാജ്യത്തിന്റെ അനുഭവം ഇന്ന് ഈ ലോകത്തിൽ പകരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് അത് ദൈവരാജ്യം എന്ന് പറയുന്നത്. എന്നാൽ സ്വർഗരാജ്യം നമ്മെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്വർഗരാജ്യത്തിന്റെ പൂർണ്ണമായ അനുഭവം ഇന്ന് ഭൂമിയിൽ ആർക്കും ഇതുവരെ അനുഭവിച്ച് തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ദൈവരാജ്യത്തിന്റെ ഭാഗികമായ ആസ്വാദനവും ശക്തിയും അതിന്റെ സന്തോഷം നാം ഇന്ന് ഭൂമിയിൽ ഈ സഭയിലൂടെ ആരാധനയിലൂടെ നാം അനുഭവിച്ചറിയുന്നുണ്ട്. എന്നാൽ ഇത് പര്യവസാനത്തിൽ ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വർഗരാജ്യം കർത്താവിനോട് കൂടി ഭൂമിയിലേക്ക് വരുമ്പോൾ ഈ ഭൂമിയിലുള്ള ദൈവമക്കൾ സ്വർഗരാജ്യത്തിലായിരിക്കുന്ന ദൈവരാജ്യത്തിലായിരിക്കുന്ന മക്കളും ഒന്നിച്ച് യൂണിഫൈ ആകുന്ന ഒരു സമയമുണ്ട്. ആ കർത്താവ് യേശുക്രിസ്തു മേഘാരൂഢനായി വരുന്ന സമയത്ത് ഭൂമിയിലെ ഈ ദൈവ അനുഭവത്തിലായിരിക്കുന്ന ദൈവമക്കൾ അങ്ങോട്ട് എടുക്കപ്പെടും. അവൻ മേഘാരൂഢനായി വേഗം വരുമെന്ന് വചനം പറയുന്നു. അതെ, നോക്കൂ, മേഘാരൂഢനായി കർത്താവ് വരുന്നുവെന്നാണ് വചനം പറയുന്നത്. എല്ലാ കണ്ണും അവനെ വ്യക്തമായി കാണുമെന്ന് വചനം പറയുന്നു. യേശുക്രിസ്തു ഇതാ വേഗം വരുന്നു. അവൻ ഓരോരുത്തർക്കും പ്രതിഫലവും പ്രതികാരവുമായി വരുന്നു. അത് നിങ്ങൾക്ക് ഈ കർത്താവിനോട് കൂടെ വാനമേഘത്തിൽ എടുക്കപ്പെടുവാൻ താല്പര്യമുണ്ടെങ്കിൽ അതെ, പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വഭാവമുള്ള മനുഷ്യൻ നിത്യമായി നരകത്തിലെത്തുമെന്ന് വചനം പറഞ്ഞു. ആ വ്യക്തി മരിക്കും. അത് നിത്യ ശാപമാകുന്ന മരണത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് അവൻ തള്ളപ്പെടും.
Yes. അതുകൊണ്ട് വചനമാകെ പറയുന്നു, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു അതെ നമുക്ക് രക്ഷ പ്രാപിക്കാനുള്ള നല്ല സമയം. അവനിലേക്ക് മടങ്ങി വന്ന പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള ഒരു സമർപ്പണത്തോടിന്നായിരിക്കുക. Even now, come to Jesus Christ. ഇപ്പോൾ ആകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. നാളെ എന്ന് വെക്കുവാനുള്ളതല്ല. യേശു നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് ഈ ദിവസത്തിന് വേണ്ടിയായിരുന്നു. Good anyone deliver God in your life. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തരുവാൻ കർത്താവ് He is ആഗ്രഹിക്കുന്നു. a good healer and deliverer in your അവൻ life. നല്ല വിമോചകനും വീണ്ടെടുപ്പുകാരനും നല്ല സൗഖ്യദായകനുമായി ഇന്നും നിലകൊള്ളുന്നു. Every sickness will go away for God. നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥമായി ക്രിസ്തുവിനെ അറിയാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ, മനസ്സിൽ, ആത്മാവിലുള്ള സകല കൽമഷവും നീക്കി സൗഖ്യം നൽകും. Every bondage of Satan will go away. നിങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന സകല ബന്ധനങ്ങളിൽ നിന്നും സർവ്വസ്വാതന്ത്ര്യ സമാധാനം നൽകുന്ന വചനം നിങ്ങളെ സ്വാധീനിക്കും. God will set you free. സകലവിധമായ സ്വാതന്ത്ര്യം സമാധാനം യേശു നൽകും. From today, you will set you free. ഇന്ന് മുതൽ നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം ദൈവം നൽകും. Jesus Christ will give freedom in your life. നിങ്ങൾക്ക് വേണ്ടി സമാധാനവും ഫ്രീഡവും അതേ സന്തോഷം നൽകുവാനാണ് കാൽവരിക്കുന്നിൽ മൂന്നാണികളാൽ തറയ്ക്കപ്പെട്ട സ്വന്തം ജീവനെ അർപ്പിച്ചത്. So Jesus has poured the last drop of blood for the human race. അവസാന തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ചൊരിഞ്ഞത് എന്നെയും നിങ്ങളെയും വീണ്ടെടുത്ത് സമാധാനത്തിലാക്കുവാനും സ്വാതന്ത്ര്യത്തിലാക്കുവാനും സന്തോഷപൂർവ്വം ജീവിക്കുവാനുമാണ്. The power of the blood of Jesus Christ will save you from your sin. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിച്ച് വിശുദ്ധനും നിർമ്മലനും നല്ല മനുഷ്യരുമാക്കി നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന രക്തമാണ്. Blot out your sin from your body. നിങ്ങളുടെ സകലവിധമായ പാപത്തിന് പ്രേരണ നൽകുന്ന പാപശക്തികളെ ശരീരത്തിൽ നീക്കിക്കളയും. And curse will go away from your body. എല്ലാ ശാപങ്ങളെ നീക്കിക്കളയുവാനിടയായി. Bondage of Satan will go away. പൈശാചിക ബാധകൾ, ബന്ധനങ്ങളെ അടിച്ച് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം Every നൽകും. satanic power will go away. പൈശാചിക പ്രവണതകൾ നിങ്ങൾ The വിട്ടുപോകും. presence of God is here now. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മ സാന്നിധ്യം നിങ്ങൾ, Jesus is here now. യേശു ഇവിടെയുണ്ട്. God will going to touch and heal you. നിങ്ങളെ തൊട്ട് സുഖപ്പെടുത്തുന്ന കർത്താവ് ഇവിടെയുണ്ട്. You hear the word of God. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ God will come in your life. യേശു ക്രിസ്തു നിങ്ങൾക്ക് മാറ്റം തരും. And God is like the image of darkness. അതെ, അവൻ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കും. He needs to remove your darkness. അതെ, നിങ്ങളുടെ അന്ധകാരത്തെ നീക്കുവാൻ കർത്താവ് ലോകത്തിൽ വന്നു. First you hear the word of God. നിങ്ങൾ ഈ വചനം കേൾക്കുക, നിങ്ങൾക്ക് ശുദ്ധീകരണം Give ഉണ്ടാകും. ear to your word of God. വചനം കേൾക്കുമ്പോൾ Give ear, incline your ear to word of God. നിങ്ങൾ നിങ്ങളുടെ അത് ചെവികളെ വചനം കേൾക്കുവാൻ നൽകുമ്പോൾ Hallelujah. God will peace in your life. ദൈവത്തിന് നിങ്ങളിൽ പ്രസാദമുണ്ടായിട്ട് സകലവിധമായ പരിവർത്തനങ്ങളും നൽകി നിങ്ങളെ പുതു സൃഷ്ടിയാക്കും. Your life will become a good life. ഒരിക്കലും പഴയതുപോലെ ആയിരിക്കില്ല നിങ്ങളുടെ ജീവിതം. മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട് ലോകം ഈ മനുഷ്യനായിരുന്നോ ഇതെന്ന് ചോദിക്കുമാർ നിങ്ങൾക്ക് മാറ്റം തരുന്നവനാണ് യേശു. God change your life. നിങ്ങളുടെ സമഗ്രമായ മാറ്റം, സമൂലമായ മാറ്റം, മൊത്തത്തിലുള്ള ഒരു പരിവർത്തനം ഇന്ന് യേശു നൽകി തരും. Hallelujah. This is your day. ഇത് നിങ്ങളുടെ ദിവസമാണ്. Today you receive the word of God. ഇന്ന് നിങ്ങളുടെ മാനസിക പരിവർത്തനത്തിനുള്ള ദിവസമാണ്. Receive Jesus as your Savior. അത് യേശു ക്രിസ്തുവിനെ രക്ഷകനായ ദിവസം അനുസരിക്കാനുള്ള ദിവസം. Repent and take baptism. സാന്ദ്രപ്പെടുവാനും വിശദീകരണം പ്രാപിക്കുവാനും സ്ഥാനപ്പെടുവാനുള്ള ദിവസം. See the power of God. That is Holy Spirit. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആസ്വദിക്കാനുള്ള നിമിഷം. Fellowship and worship in spirit and truth. കൂട്ടായ്മയുടെ ശക്തി എന്തെന്നും അതിന്റെ ആസ്വാദനം എന്തെന്നും തിരിച്ചറിയുന്ന നിമിഷം. Hallelujah. ദൈവത്തിന് സ്തോത്രം. If you want to enter the heaven, ഈ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് യഥാർത്ഥമായി താല്പര്യമുണ്ടെങ്കിൽ everything the word of God says. അത് വചനം ഇങ്ങനെ പറയുന്നു. Everything that word of God says. അതെ, നിങ്ങൾ ഈ വേദനം പറയുന്നത് അനുസരിക്കുക. Everything you obey, every rules and regulations and ഈ commandments. വേദപുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കുവാനും അതേപടി പകർത്തുവാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ അങ്ങനെ Every ആയിത്തീരും. commands of the statutes of God. ദൈവത്തിന്റെ എല്ലാവിധമായ നിയമങ്ങളും അനുശാസിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. Every law of God. എല്ലാ നിയമങ്ങളും നിങ്ങൾ അനുഷ്ഠിക്കുവാനിടയായിത്തീരണം. And dedicate your life. നിങ്ങളുടെ ജീവിതത്തെ അതിനായി സമർപ്പിക്കണം. If you want to dedicate your life, നിങ്ങൾക്ക് സമർപ്പിക്കണമെങ്കിൽ hallelujah, you pray to Jesus Christ. എല്ലാ ദിവസവും നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. Now we are, because of a lack of time, we are going to conclude our message. സമയത്തിന്റെ പരിമിതി മൂലം ഞങ്ങൾ ഇവിടെ ഈ ദൈവിക സന്ദേശം സമാപിപ്പിക്കുവാൻ We are ആഗ്രഹിക്കുകയാണ്. going to pray for you. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ Oh ആഗ്രഹിക്കുന്നു. Lord, give us on your life. ഞങ്ങളുടെ കർത്താവ് നല്ലവനും രക്ഷകനുമായ ദൈവമേ, ഈ പ്രദേശത്തെ സകല നിവാസികളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. We know God loves the people of this locality. ഇന്ന് ഈ പ്രദേശത്തെയുള്ള സകല മനുഷ്യരെയും സ്നേഹിക്കുന്നത് ഞങ്ങൾ അറിയുന്നു. So we could speak the word of God to you. അതുകൊണ്ട് കർത്താവ് ഞങ്ങൾ അവിടുന്ന് തന്ന വചനം ഞങ്ങൾ അവർക്ക് കൊടുത്തു. And heal every people, heal those who are hearing the word of God. ഇന്ന് ഈ വചനം കേട്ടവരിൽ ആരെങ്കിലും ഒരു സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം അവരെ Let സൗഖ്യമാക്കണം. every problem
go away from your life. ഏതെങ്കിലും പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നവരായി ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ അതിൽ നിന്നും വിടുവിക്കാം. Every disappointment, let every disappointment go. ആരെങ്കിലും നിരാശപ്പെട്ട് ഇരിക്കുന്നെങ്കിൽ അതിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരണം. Remove the disappointment from their life. അവരുടെ നിരാശ നീക്കി അവരെ And സ്വന്തമാക്കാം. God, every families and every members of this locality. ഈ പ്രദേശത്തുള്ള സകല മനുഷ്യരെയും അതിനോടൊപ്പം ഓൺലൈൻ വഴിയായി ഞങ്ങളെ വീക്ഷിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവരെയും ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിക്കുന്നു. Yeah, if they are hearing the word with faith, heal them. അത് കർത്താവെ, ആരെങ്കിലും അത് വിശ്വാസത്തോടെ സ്വീകരിക്കുകയും അങ്ങേ അനുസരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി അവരെ അവിടുന്ന് സൗഖ്യമാക്കണമേ. And bless every people who are hearing the word of God. ഈ വചനം കേട്ട ഓരോ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കും. If we pray to this, is the Lord hear our prayer. ഞങ്ങളുടെ കർത്താവും രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. Amen. ആമേൻ. Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.